ചെയ്യുന്ന കാര്യത്തിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇനി കാര്യങ്ങൾ ഇവിടെ അങ്ങനെയൊക്കെ നടക്കുള്ളൂ, ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാണ്, അത് പെണ്ണുങ്ങളും കൂടി അതിനുവേണ്ടി നിൽക്കുന്നതുകൊണ്ട് കൊണ്ടല്ലേ. എനിക്ക് ഇന്നൊരു പ്രൊഡക്ഷൻ്റെ ആൾ പറഞ്ഞു, എനിക്കൊരു മെസ്സേജ് വന്നു, ഒരു പെൺകുട്ടിയുടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട്. പെൺകുട്ടികൾ അങ്ങനെ പറയുന്നില്ലേ, പെൺകുട്ടികളുടെ ഭാഗത്തല്ലേ കുഴപ്പം. ഇതാണ് നോർമൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സർവൈവലിന് വേണ്ടി എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമേ ആ പെൺകുട്ടിയും ചെയ്യുന്നുള്ളൂ. കാരണം ഇതാണ് നോർമൽ. ഇവിടുത്തെ ആ നോർമാലിറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സംഭവിക്കുന്നത്. ഇനി ഒരിക്കലും അത് നോർമൽ അല്ല, അതിലൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്ന് സംഭവിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ കാര്യം എന്ന് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കേരളത്തിനെ മാത്രമല്ല മാറ്റുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റുന്നത് ഇന്ത്യയിലെ ഗൗരവമായിട്ട് സിനിമ ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉതകുന്നതാണ്. എനിക്കറിയില്ല അതിന്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കുന്നത്. കാരണം കേരളത്തിൽ പോലും ഇത്രയും ഗൗരവപ്പെട്ട ഒരു പഠനത്തിനെ 4 വർഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമുക്ക് വെക്കേണ്ടി വന്നു. അപ്പം അവിടെയൊക്കെ തന്നെ ഈ റിപ്പോർട്ട് ഇതുപോലെയുള്ള കമ്മിറ്റികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സൊസൈറ്റി അതിന് പാകപ്പെട്ടിട്ടുണ്ടോ, ആ സൊസൈറ്റി എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അറിയില്ല. പക്ഷേ നമുക്ക് നിരന്തരമായ വിളികൾ വരുന്നുണ്ട്, നിരന്തരമായിട്ട് ഇത് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നിങ്ങൾ എന്തെല്ലാം അതിന് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പെർഫെക്റ്റ് റിപ്പോർട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റിന്റെ കേസുകളല്ല എന്നും ഇൻഡസ്ട്രിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടെന്നും ബീന ചേച്ചി നേരത്തെ പറയണ്ടായി. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾക്ക് മുകളിലാണ് പലപ്പോഴും സെക്ഷൽ ഹറാസ്മെന്റിന്റെ വാർത്തകൾ വരുന്നത്. അതിനൊരു റീസൺ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത്, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള എന്താ പറയുക, ഒരു ഹറാസ്മെന്റ് നടന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ കാലം ഒന്ന് മറച്ചു വെക്കാൻ പറ്റും. ഒരു അവസരം കിട്ടിയാൽ അവരത് പറഞ്ഞിരിക്കും. ഇപ്പൊ സൗമ്യ എന്നല്ലേ ആക്ട്രസിന്റെ പേര്, നമ്മളിപ്പോ അടുത്ത് ഒരു ഇന്റർവ്യൂ കണ്ടത് അല്ലെ, ഒരു 30 വർഷം മുന്നേ സിനിമയിൽ അഭിനയിച്ചു പോയി അവര് പിന്നെ ഇപ്പം US-ല് സൈക്കാട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, മനോരോഗ വിദഗ്ധയാണ്. അവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയ ശേഷം അവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട് 3 സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുള്ളൂ. അവർ ആ 3 സിനിമയിൽ അഭിനയിക്കുന്ന ആ കാലത്ത് അവർ കടന്നുപോയ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണത്. സത്യം പറഞ്ഞത് അന്ന് ഞങ്ങൾ എല്ലാവരും അത് കണ്ട എല്ലാവരും, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഡിസ്റ്റർബ്ഡ് ആയി. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാല് 30 വർഷം കഴിഞ്ഞിട്ടും ആ സ്ത്രീ കടന്നു പോകുന്ന ട്രോമ അവർ പറയുമ്പം അവര് ഭയങ്കരമായിട്ട് തകർന്നു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ പറയുന്നത്. അവർക്ക് ഒരാഗ്രഹവും ഇല്ല അവരാരെയാണോ സൂചിപ്പിച്ചത് എന്നുള്ളവരുടെ പേര് പറയുക എന്നുള്ളത് അവരുടെ താല്പര്യമേ അല്ല. അതല്ല അവരുടെ ആവശ്യം. അവർക്ക് പറയാനുള്ളത്, ഇത് ഇങ്ങനെയുള്ള ട്രോമയിലൂടെ ഞാൻ കടന്നുപോയി, നീ അവിടെ പോയത് കൊണ്ടല്ലേ, നിനക്ക് അവിടുന്ന് ഓടിപ്പോരാമായിരുന്നില്ലേ, നീ എന്തിനാ വീണ്ടും വീണ്ടും പിന്നെ ആ വീട്ടിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പൊ അവർക്ക് സംസാരിക്കാൻ ഒരു പൊസിഷൻ ആയതുകൊണ്ടാണ് അവർക്ക് അത് കുറച്ചുകൂടി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് ആ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണണം. അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഈ അവർ പറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ബ്രെയിൻ കൊണ്ട് എനിക്കത് വേണ്ട എന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ പലപ്പോഴും ശരീരം ഉണരുന്നുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എനിക്കത് ഇങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, പക്ഷെ അതൊരു എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ ഇന്റർവ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു ആർജവം അവർ കാണിച്ചതും ആ ഇന്റർവ്യൂ വന്നതും ഒക്കെ ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ 2017 തുടങ്ങിയ പണിയാണിത്. അന്ന് ഗവൺമെന്റിനോട് പറഞ്ഞ കാര്യങ്ങളിലുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഷാക്കിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് സ്ത്രീകൾക്ക് സിനിമ ചെയ്യാൻ വേണ്ടി ഫണ്ട് കൊടുക്കണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. സ്ത്രീകൾക്ക് സിനിമയ്ക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോ ഫെലോഷിപ്പോ എന്തെങ്കിലും കൊടുക്കണം, കൂടുതൽ സ്ത്രീകൾ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണം. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയേണ്ടി വന്നത്. കാരണം എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിലും ഒക്കെ ആയിട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് എങ്ങനെ കൊണ്ടുപോകണം, ലീഗലി ഒക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അതിൽ പങ്കെടുത്ത എല്ലാവരും ഈ ഇൻഡസ്ട്രിയെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നവരാണ്, അവിടെ വന്ന് സംസാരിച്ചവരാണ്. അവര് ആ സമയത്ത് അവർക്ക് അത് ലീഗലി ഫൈറ്റ് ഔട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവരത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനം നടക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അവരെല്ലാവരും വന്ന് സംസാരിച്ചത്. ഇപ്പം അതിന് വേറൊരു മാനം വരികയാണ്. അതിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത്, അവരുടെ പ്രൈവസിക്ക് എത്രമാത്രം, അവരുടെ മൊഴികൾ എത്രമാത്രം പ്രൈവറ്റ് ആയിരിക്കും, പിന്നെ അതേപോലെ തന്നെ അവരുടെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെ അധികം എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ അവർക്ക് യാതൊരുവിധ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഈ SIT ഒക്കെ മുന്നിൽ വെച്ചിപ്പം ഗവൺമെന്റ് SIT രൂപീകരിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് ചിലത് ഒരു വലിയ സ്റ്റെപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്. പക്ഷെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയാ സംഭവിക്കുന്നത്, വാടക വീട്ടിലൊക്കെ ആയിരിക്കും ഇവർ താമസിക്കുന്നത്. പെട്ടെന്ന് SIT ഒരു ടീം വരുവാണ്. ടീം വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത്, എന്തിനാ പോലീസ് വന്നത്, എന്താ നിങ്ങൾ പറഞ്ഞത് എന്നുള്ളത് വാടക വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പോലീസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളിലൂടെ ഈ പെൺകുട്ടികൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത് ലീഗലി അത് വളരെ എക്സ്പോസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ചിലത് ലീഗലി തന്നെ പോവേണ്ടതുണ്ടെന്ന് പിന്നെ ലീഗൽ സിസ്റ്റം ആവശ്യപ്പെടുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവപ്പെട്ട നീതി നിഷേധങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവരിനിയും ഈ ട്രോമയിലൂടെ കടന്നു പോകണം. സിസ്റ്റം ശരിയാവാൻ വേണ്ടി ഇനിയും സ്ത്രീകൾ പണിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ. അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൈസിസിലൂടെയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ പെൺകുട്ടികൾ ഇനിയും അവർ കടന്നുപോയ ട്രോമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ സിസ്റ്റം മാറുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. എത്രയോ വർഷങ്ങൾ ലീഗൽ ഫൈറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എന്നാലും അവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേരാണ്. അവരെല്ലാവരും എനിക്ക് ഉറപ്പാണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകും എന്നുള്ളത്. അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കൊടുക്കാൻ പറ്റും, ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെല്ലാം സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ പറ്റും എന്നതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് ഇപ്പം വന്നിട്ടുള്ളത്. ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന് ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ചില ഓർഗനൈസേഷൻസ് എങ്കിലും കണ്ണ് തുറന്നിട്ടുണ്ട്. അമ്മയെ പോലെയൊക്കെയുള്ള അമ്മ എന്ന് പറയുന്ന AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കണ്ണ് തുറക്കുമെന്ന് നമുക്ക് അറിയില്ല. അതിലിപ്പോൾ കണ്ണടച്ചിരിക്കുവാണ്. ചില ഓർഗനൈസേഷൻസിന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് ഒന്നും പറയാതെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കോൺട്രാക്ട് അവരുടെ ഡിസ്കഷനിലേ ഇല്ല. അവർ വേണമെങ്കിലും പറഞ്ഞത് സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം പക്ഷെ എന്നാലും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾക്കൊന്നും തൊഴിലില്ലാതെ ആവുമെങ്കിലും, ഞങ്ങളെപ്പോലുള്ള കുറേ മനുഷ്യരെ കാണുന്നത് തന്നെ ഭയങ്കര അസ്വസ്ഥതയാണെങ്കിൽ പോലും ഞങ്ങളുടെ വഴികൾ കണ്ടെത്തും. ഞങ്ങളുടേതായിട്ടുള്ള സിനിമകൾ ചെയ്യും, ഉറപ്പാണ്. ഞങ്ങൾ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്തായാലും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളുടെ വഴിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ ധാരാളം അടികൾ ഇനി ആദ്യം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും നിങ്ങൾ ഗംഭീരം വഴി ഇതെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മുതൽ തെറി കേൾക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് തെറി കേൾക്കുന്നത് ഞങ്ങൾക്കൊരു പുത്തരിയല്ല. ഞാൻ 2017 ശേഷമാണ് ഇത്രയും തെറി കേരളത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അത്രയും തെറികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഉറപ്പാണ് ഒരു 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് ഈ സംഘടന ഇല്ലാതെയാവും എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇത്രയും വരെ പോവാനും ഇത്രയും പണികൾ എടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് നിങ്ങളൊക്കെ തമ്മിലുള്ള കരുത്ത് തന്നെയാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നടന്നത്. താങ്ക് യു സോ മച്ച്.
അല്ല, എനിക്ക് അപ്പാട് ടെൻഷനുള്ള സമയത്ത് എനിക്ക് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. വെരി സോറി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒന്ന് പറയാനുള്ളത് ദാറ്റ് ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് വിമൻ ഹു സ്റ്റുഡ് ബൈ അസ്. ഇതൊക്കെ ഇവിടെ ഞങ്ങൾ ഈ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ മൊത്തം ഒരു ജെൻഡർ ക്വസ്റ്റ്യനിങ് കേരളത്തിൽ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു വി ആർ വൺ പാർട്ട് ഓഫ് ഇറ്റ്. കാര്യം ഞങ്ങൾ നമ്മുടെ തൊഴിലില്ല ഇത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. പക്ഷെ ഒത്തിരി സപ്പോർട്ട് all the women's organizations really gave us a lot of support, lot of strength, lot of courage, lot of advice, lot of really support. So first of all, I thank all of you here for that support. The Hema Committee report in the Karim Padma, it is only a first step. We can only see it as a first step. There are many problems in the report also sometimes, but the very fact that the Hema Committee report is out there and it has pointed out that there are so many problems has been, I think, has shaken up Kerala society a lot. കാര്യം എല്ലായിടത്തും പോലെ ഇതൊന്നും ഇല്ല, ചുമ്മാ പെണ്ണുങ്ങൾ പറയുക, there is nothing like that. അല്ലെങ്കിൽ വേറെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തന്നെ പോയി ചെയ്യുക. ഇതൊക്കെ എന്തിനാ സിനിമയിൽ കയറുന്നത്? സിനിമ കയറി ഇതൊക്കെ ഉണ്ടാവും. So I think that notion has been very badly shaken, that there is a very strong power structure, economic power structure that operates in professions. നമ്മുടെ പ്രൊഫഷനിൽ മാത്രമല്ല, എല്ലാ പ്രൊഫഷനിലും ഒരു ഇക്കണോമിക് പവർ ഉണ്ടെങ്കിൽ what happens is women get the bad end of the stick. That is the problem, that when you are a powerful person, so what we are seeing is actually a power play happening, that women are all the time subject to the fact that they are not necessary. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ 2-3 ആക്ട്രസസ് ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ 2-3 സിംഗേഴ്സ് അത്യാവശ്യമായതുകൊണ്ട് സിംഗേഴ്സ് വേണം, ബാക്കി ആരെ ആവശ്യമില്ല. സ്ത്രീകൾ ഒരു എക്സ്ട്രാ സാധനങ്ങളായി ഈ ഇൻഡസ്ട്രിയിൽ. ദാറ്റ് ഈസ് വൺ തിങ് വി ഹാവ് സീൻ. സെക്കൻഡ്ലി, ദാറ്റ് when you are in the industry, your gender, your body becomes very important. That the fact that you are a woman becomes more important than your ability to work, your talent, your anything else. Nothing else is as important as the fact that you are a woman. So I think the main lessons we have learned from this report is that it is a very deep problem. It is not ഇപ്പോൾ ഈക്വൽ വേജസ് കൊടുത്താൽ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് കൊടുത്താൽ അത് ശരിയാവുമെന്ന് വിചാരിക്കാൻ പാടില്ല. These are all part of it. These are all very, very small parts of it. It is a deeply systemic problem in society. And this problem is the problem of patriarchy. The problem that men really, or the system, I won't say men, because there are very nice persons also who we have worked with, we know. The whole system is a patriarchal system, a system of power. Power is what works. And that power is in the hands of mostly men. So, this fight, എല്ലാവരും ചോദിക്കുന്നു, what is this fight? What is this fight? നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? First of all, the fact that nobody believes us. ആദ്യം മുതൽ when we formed WCC, everybody said, ചുമ്മാ പറയാ,
അല്ലെങ്കിൽ മലയാളം സിനിമ ചീത്തയാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത്. പക്ഷെ ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴേ പറഞ്ഞിരിക്കുന്നു, WCC ഹാസ് ബ്രോട്ട് അപ്പ് a real genuine problem in. So finally there is one glimmer of hope. പക്ഷെ അതിന്റെ മുമ്പേ ഇപ്പൊ അമ്മ റിസൈൻ AMMയുടെ ആരാധകയിലൊക്കെ റിസൈൻ ചെയ്യുന്നതൊക്കെ ദാറ്റ് ഈസ് ആസ് യൂഷ്വൽ pretending there is no problem. So first of all we all have to together in the industry accept that there is a problem. There is a genuine problem, the problem of how marginalized genders and people are excluded. That you have to have, you see, you can work, there are ways of working, and for a woman the way to work into this power structure is through the body. That is what they have made to believe, that you can only become an actor if you do something like this. You have to be able to, ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ടേം അല്ലേ, അയ്യോ അത് കേട്ട് യു ഗെറ്റ് ഷോക്ക്ഡ്. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറയുന്നത് തന്നെ ഒരു പ്രൊഫഷണൽ സ്പേസില് ഇത് പറയാൻ പറ്റുന്ന തന്നെ ഒരു ഡോക്ടറായിട്ട് ആരെങ്കിലും പറയുമോ, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചർ അടുത്ത് പറയുമോ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് I think the biggest learning of the Hema Committee report, that it is a very deeply systemic problem. We have to change attitudes. Very deeply we have to change attitudes. Women have to believe, first of all themselves, that they have an equal space. ഞാൻ പറയുന്നത് സ്ത്രീകൾ ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് പബ്ലിക് സ്പേസസ്, we hardly occupy any public spaces. We don't know how to occupy public spaces. It's becoming കുറച്ച് better ഇപ്പം. ആദ്യമൊക്കെ ഫോർ എക്സാമ്പിൾ ഫിലിം ഫെസ്റ്റിവൽ സ്ത്രീകൾ വരത്തേ ഇല്ലായിരുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി ഫോർ എവറിബഡി. സോ ഇങ്ങനത്തെ ഒരു fight from our side is also required. That we have to recognize that we have also some agency, some power, some rights actually. Why are we believing that that we don't have a right to be in this profession? Of course there are historical reasons. We know there are historical reasons. We know that women have always not been appreciated when they are artists. That is a very old problem. But why is it that the contradiction in Malayalam cinema is, നമ്മുടെ പടങ്ങളിൽ ഇതൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും മലയാളം സിനിമയുടെ കോണ്ടന്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദ പ്രോസസ് ഇസ് സോ ഫ്യൂഡൽ. നമുക്ക് ആ വേർഡ് തന്നെ യൂസ് ചെയ്യാം. patriarchal feudalism is what the Malayalam cinema is, or was, till WCC came. And I think we must have, the main thing we have done is pushed gender as an agenda. ഇതുവരെ പറയാത്ത ഒരു കാര്യം WCC അന്ന് ഫോം ചെയ്തപ്പോഴേ നമ്മൾ അത് പറയാൻ തുടങ്ങിയപ്പോഴേ ആദ്യം ഭയങ്കര ഡിനായലായിരുന്നു. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേ കുറേയൊക്കെ ഇപ്പോൾ ഒരു എന്നാ പറയുന്ന ഒരു കുറച്ച് ഷേക്കപ്പ് ആവുന്നുണ്ട്. വി ആർ ഹോപ്പിംഗ് ദാറ്റ് ദിസ്, സി എവറിബഡി ഈസ് ടെല്ലിങ് us, ഇപ്പോൾ കന്നഡ സിനിമയിൽ ഇത് നടക്കുന്നു, ചെന്നൈ സിനിമയിൽ ഇത് നടക്കുന്നു, അല്ലെങ്കിൽ ബോംബെയിൽ ഇതൊക്കെ നടത്താൻ പോവാം. പക്ഷെ എൻ്റെ ഒരു ഫീലിംഗ് ദാറ്റ് കേരള സൊസൈറ്റി ഹാസ് ടു ചേഞ്ച്. കേരള സൊസൈറ്റി ഹാസ് ടു ഫീൽ ദ repercussions of the Hema Committee report. There has to be a shake-up to this patriarchy of, which is a very kind of schizophrenic sadhana. Nobody accepts. Only we as women know how we are treated when we go to certain places, how we are not allowed to go to certain places, how there are certain expectations.
whether in the family, outside the family. So my hope is that this whole journey, ഇപ്പോൾ നടക്കുന്ന ഒരു journey will affect Kerala society as a whole, and we will learn and want to give an equal space, an equal respect, equal ambition, equal dreams to all members of society. So this has been a very ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെ നടക്കുമെന്ന്. അന്ന് അന്നയുടെ കേസ് നടന്നപ്പോഴേ അല്ലെങ്കിൽ വി വർ ഓൾ കമ്മിങ് ടുഗെദർ ഒരു ഫ്രണ്ടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ. പക്ഷേ ഈ 5-6 വർഷം കഴിയുമ്പോഴേ വി ഹവ് റീച്ച്ഡ് സംവെയർ എൽസ് ആൻഡ് വി ആർ ഹോപ്പിംഗ് ദാറ്റ് നമ്മുടെ ജോലി ഇപ്പോൾ കഴിയും. എന്നിട്ട് ബാക്കി എല്ലാവരും ഏറ്റ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. താങ്ക് യു. താങ്ക് യു ബീന. സഹയാത്രികരായിട്ടുള്ള കുറേ പേര് ചുറ്റും കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ചകൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു ചോദ്യം എന്താണെന്നുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ട്. എല്ലാവരും മാധ്യമപ്രവർത്തകരും മൈക്കൊക്കെ കൊണ്ട് എല്ലാവരുടെ അടുത്ത് വന്നിട്ട് ചെയ്യുന്നത് ഞെട്ടിയോ, റിപ്പോർട്ട് വായിച്ച് ഞെട്ടിയോ, ഇതായിരുന്നു സ്ഥിരം ചോദ്യം. കാണുന്ന പിന്നെ മഹാനടന്മാരും ബാക്കിയുള്ള ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ളവരോടെല്ലാം ചോദിക്കുന്നത് ഞെട്ടിയോ. അത് ഞെട്ടേണ്ട ഒരു വിഷയമാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് തോന്നിയായിരുന്നു. കാരണം ഈ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ പബ്ലിക് സ്പേസിൽ, പൊതുബോധത്തിൽ എത്രയോ കാലമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. ഇതിലൊന്നും പുതുതായിട്ട് ഒരു വരി പോലും അതിലില്ല. സിനിമാ പ്രവർത്തകർക്കറിയാം, അവിടെ മറ്റേ ആണുങ്ങൾക്കും അറിയാം, പെണ്ണുങ്ങൾക്കും അറിയാം. കാരണം മറ്റേ സിനിമാ വാരികകളിലെ പിന്നാമ്പുറ കഥകൾ, അണിയറ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ കഥകൾ എഴുതുന്നുണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ. അത് പണ്ടുള്ള മഞ്ഞപത്രങ്ങൾ, പിന്നെ മാസികകളൊക്കെയുള്ള വിഷയമായിരുന്നു. ഇപ്പൊ അതിന് യൂട്യൂബ് വേർഷൻസ് ഉണ്ട്. സിനിമയുടെ പിന്നണി പ്രവർത്തകർ എന്ന് പറഞ്ഞ് നിരന്നിരുന്ന് കഥ പറയുന്നതാണ്. അപരാധ കഥകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട്. മലയാളത്തിലെ മലയാളിയുടെ പൊതുബോധത്തില് ഈ കഥകളെല്ലാം നന്നായിട്ട് അറിയാം. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല. എല്ലാവരും വിചാരിച്ചിരുന്നത് അതൊരു നോർമൽ സംഭവമാണ്. അല്ലെന്ത് ഇത്രയ്ക്ക് പിന്നെ അതിശയിക്കാൻ എന്തിരിക്കുന്നത്? സിനിമയിൽ ഇങ്ങനെയാണ്. സിനിമയിലെ ആണത്വത്തിന്റെ പ്രതിരൂപങ്ങൾക്ക് ബോഡി കൗണ്ട് എടുക്കുന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. സ്ത്രീകളാണെങ്കിലോ മറ്റേ നോട്ടങ്കികളെന്നോ കൂത്തിച്ചികളെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന കലാകാരികളാണ്. അവരങ്ങനെയാണ്. കലയിലാണോ സ്ത്രീകൾ? അവരെങ്ങനെയാണെന്നുള്ളതിന് കുറച്ച് അതിന്റെ ആ ഭാവങ്ങളും രസങ്ങളും ഒക്കെ ചേർത്ത് ഒരു വിജൃംഭിതരായിട്ട് ആ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരും കറക്റ്റായിട്ട് ഈ സമൂഹത്തിലുണ്ടായിരുന്നു. സിനിമയിലാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലേ സിനിമയിൽ എത്താൻ പറ്റുള്ളൂ. അടുത്ത സ്ത്രീകൾ എടുക്കുന്ന ഏത് നിലയാണ് എത്തിയത്, അതിന്റെ എല്ലാം പിന്നിൽ ഇതൊക്കെയാണ് കഥകൾ. ഇതായിരുന്നു കേരളത്തിന്റെ പൊതുബോധം, ദ മെയിൽ ഗേസ്. അവിടെ നിന്ന് ഹേമ കമ്മിറ്റി ഇത്രയും വലിയൊരു വിഷയമാവാൻ കാരണം ആദ്യമായിട്ട് ആ വിഷയം ഫീമെയിൽ ഗേസിൽ സമൂഹത്തിന് മുന്നിൽ കൊണ്ടെത്തിച്ചത് ഹേമ കമ്മിറ്റിയാണ്. ആദ്യമായിട്ട് പറയുകയാണ്, ഇത് സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നമാണ്. സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ അവൾക്ക് ഡിഗ്നിറ്റിയോടുകൂടി ജോലി ചെയ്യാനുണ്ടാവേണ്ട അവസ്ഥ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭരണഘടനയെ കുറിച്ചാണ്, മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്. അങ്ങനെ ആദ്യമായിട്ട് ഫീമെയിൽ കേസിൽ തൊഴിലിടത്തിലെ പ്രശ്നത്തിനെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, ലൈംഗിക ചൂഷണത്തിനെ കുറിച്ച്, സിനിമാ രംഗത്തെ കുറിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും എത്തിയത്. അപ്പോൾ നമ്മൾക്കറിയാം ഈ വിഷയം നമ്മൾക്ക് അതിന്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. വാട്ട് നെക്സ്റ്റ്? പണ്ട്
ടെക്നോ പാർക്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഒരു സീരിയൽ വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ ISROയെ കുറിച്ചുണ്ട്. എല്ലാ സകല സ്ഥാപനങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആകട്ടെ ഗവൺമെന്റ് ആവട്ടെ, അവിടെ കുറിച്ചൊക്കെ ഒരു വലിയൊരു കഥയുണ്ട്. അവിടെയുള്ള പ്ലംബർ പറയുന്ന കഥയുണ്ട്. അവിടുത്തെ പൈപ്പ് ബ്ലോക്കായി, ക്ലോസറ്റ് ബ്ലോക്കായി. എന്താ കാര്യം? കോണ്ടം ഫ്ലഷ് ചെയ്ത് അവിടുത്തെ ഇത് ഡ്രെയിനേജ് സിസ്റ്റം ബ്ലോക്കായി. ഇതായിരുന്നു തൊഴിലിന് പോകുന്ന സ്ത്രീകളെ കുറിച്ചുള്ള ഇവിടുള്ള അപരാധങ്ങൾ. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും നഴ്സുമാരായിട്ടും ടീച്ചർമാരായിട്ടും IT ഉദ്യോഗസ്ഥരായിട്ടും ഇത് ഈ വസ്ത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുത്തു. അതുപോലെ സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന സ്ഥലത്ത് അൺഓർഗനൈസ് സെഗ്മെന്റിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും? ആ ഒരു ചലഞ്ചിലാണ് നമ്മളിപ്പോ സിനിമാ മേഖലയെ വ്യത്യസ്തമായി കാണുന്നത്. പക്ഷേ ഇപ്പൊ സംസാരിച്ചതുപോലെ ICC മോഡലുകൾ അൺഓർഗനൈസ് സെഗ്മെന്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. IT മേഖലയിലെ കാര്യം മാത്രം പറയാം. എൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഒരു 12 വർഷം മുമ്പ് 2012 ബീന പോൾ മാമൊക്കെ അതിന്റെ ഇനോഗ്രേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടെക്നോ പാർക്കിലെ കമ്പനികളിലെ കുറെ സ്ത്രീകളൊക്കെ കൂടി ചേർന്ന് വിമൻ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചു. സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം. സ്ത്രീകളുടെ ജെൻഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജി എൻഷുർ ചെയ്യുന്നതാണ് പ്രാഥമിക ലക്ഷ്യം. സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന ബാരിയേഴ്സ് റിമൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അജണ്ട. അപ്പൊ സ്ത്രീകള് IT-യിൽ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുമ്പോഴേക്കും ആ എൻട്രി ലെവലിൽ ഏതാണ്ട് ജെൻഡർ റേഷ്യോ ഹെൽത്തിയാണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ സൂപ്പർവൈസറി റോളിലൊക്കെ എത്തുമ്പോഴേക്കും ഈ ജെൻഡർ റേഷ്യോ ഒന്ന് ചുരുങ്ങും. ഒരു 15% സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സ് ഒക്കെ ഉള്ളൂ സ്ത്രീകൾ. കുറച്ചുകൂടെ ഒന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ CXO CEO ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും 2%. എവിടെ പോകുന്നു ഈ സ്ത്രീകളൊക്കെ? എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech ഒക്കെ കഴിഞ്ഞിട്ട് CET എന്നൊക്കെ ഇറങ്ങിയവർക്ക് എല്ലാവർക്കും നല്ലതായിട്ട് മിടുക്കുള്ളവരാണല്ലോ. എവിടെ പോകുന്നു? അവിടാണ് വർക്ക് പ്ലേസില് ജെൻഡർ ഇൻക്ലൂസീവ് ജെൻഡർ ഫ്രണ്ട്ലി നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നത്. അവിടാണ് ഈ പോഷ് നിയമം, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ICC, അതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലായിട്ട് ജോലിക്ക് വരും. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും അവരുടെ സുരക്ഷ ഇത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് സ്ഥാപനങ്ങൾ തീരുമാനിക്കണം. അതിന്റെ അപ്പലീറ്റ് അതോറിറ്റി ആയിട്ട് ഗവൺമെന്റും അതിനെ മോണിറ്റർ ചെയ്യണം. എങ്കിൽ തീർച്ചയായിട്ടും ആ നിയമങ്ങൾ ഇംപ്ലിമെന്റഡ് ആവും. സ്ത്രീകൾക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ ജോലിക്ക് വരാൻ പറ്റും. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ല, പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ റേസ് ചെയ്യാൻ ഒരു ഫോറം ഉണ്ടാവും, അത് അഡ്രസ് ചെയ്യപ്പെടും. 100% പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും 2012 തുടങ്ങിയ ജേർണി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മേഖലയെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജെൻഡർ ഇൻക്ലൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും അതിന് ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അതിന് വേറൊരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആണ്. ഇപ്പം ജർമ്മനിയിൽ നിന്നും UK നിന്നും US നിന്നും ഒക്കെയുള്ള കമ്പനികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ GDPR നിയമങ്ങൾ, അവരുടെ ബാക്കിയുള്ള ആന്റി ഹാരസ്മെന്റ് പോളിസികൾ, അതൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഈ കമ്പനികളുടെ ബാധ്യതയായി മാറുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടെ സ്ത്രീ സൗഹാർദ്ദമായിട്ടുള്ള വർക്ക് കൾച്ചർ നമുക്ക് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റിയത്. അതുപോലെ ഇനി അടുത്ത ഒരു മാറ്റത്തിന് 10 വർഷമൊന്നും വേണ്ടി വരില്ല. ഒരു 2 വർഷവും 3 വർഷവും കൊണ്ട് ഒരു ജനറേഷണൽ ചേഞ്ച് തന്നെ ഈ സ്ത്രീ സൗഹാർദ്ദ മേഖലയിൽ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ എന്നും തയ്യാറാണ്. നമ്മുടെ ബെസ്റ്റ് പ്രാക്ടീസസോ ടെംപ്ലേറ്റുകളോ ഒക്കെ നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. റൗണ്ട് ടേബിൾ ചർച്ചകൾ ഉണ്ടാവാം, ഒരുമിച്ച് നിൽക്കാം. ഇതൊരു മാറ്റമാണ്, വളരെ വലിയൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ് WCC ഉണ്ടാക്കിയിരിക്കുന്നത് കേരള സമൂഹത്തിന്. കുഡോസ് ടു യു. താങ്ക് യു. സംസാരിച്ചു കൊണ്ടുപോയ അവരുടെ പോരാട്ടങ്ങളുടെ വഴി, അവരെങ്ങനെയാണ്
അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്നത്, അവർ ചരിത്രത്തോട് എന്ത് നീതിയാണ് പുലർത്തുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. വിശേഷിച്ചും ബീനാപ്പോൾ മേഡം, സജിത, അവർ അനുഭവിച്ച കുറച്ച് വർഷങ്ങളിൽ അവർ അനുഭവിച്ച ആ ഒരു വലിയ സമ്മർദ്ദം, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമ്മർദ്ദം, WCCയുടെ പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധാപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള അക്കാഡമിക് മേഖലയിലുള്ള ഒരുപാട് പേര് നോക്കുന്നുണ്ട്. ഒരു 4 വർഷം മുൻപ് WCCയുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ ജേണൽ ഞാൻ എഴുതുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലേക്ക് ഒരു വലിയ മാറ്റത്തിന് ഈ ഒരു കൂട്ടായ്മ WCCയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് സെക്ടറുകളെ നോക്കി കാണുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ WCCയുടെ പ്രവർത്തകർ, അതായത് സിനിമയുടെ മേഖലയിലുള്ള നിരവധി പേർ അങ്ങനെ ഒരു വലിയ ചെറുത്തുനിൽപ്പിന് തുനിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു വലിയ മാറ്റം സിനിമയെ ഒരു തൊഴിലിടമായി പരിഗണിക്കാൻ കുറച്ചു പേർക്കെങ്കിലും കഴിഞ്ഞു എന്നതാണ്. ഒരു തൊഴിലിടം എന്ന രീതിയിൽ. അപ്പോൾ അതൊരു വലിയ ഇൻഡസ്ട്രി ആയിരിക്കെ, അത് എന്റർടൈൻമെന്റിന്റെ, ആസ്വാദനത്തിന്റെ ഒരു വലിയ മണ്ഡലം ആയിരിക്കെ, അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന തരത്തിൽ തൊഴിലാളി എന്ന ഐഡന്റിറ്റിയെ, ആ ഒരു ഐഡന്റിറ്റി, തൊഴിലാളി എന്ന ഐഡന്റിറ്റി, ജെൻഡർ ഐഡന്റിറ്റി ഒക്കെ അവിടെ നിൽക്കെ തന്നെ ജെൻഡർ ഐഡന്റിറ്റിയെ അവർ ഒരു പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വലിയ ശ്രമം നടത്തുന്നതിനൊപ്പം സിനിമയിലെ അണിയറ പ്രവർത്തകരാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകളോ മുൻനിര അഭിനേതാക്കളോ സംവിധായകരോ ആരുമാകട്ടെ, തൊഴിലാളി എന്ന ഐഡന്റിറ്റിയിലേക്ക് സ്വയം ഉയർത്തപ്പെടുക, തിരിച്ചറിയപ്പെടുക, അത് തിരിച്ചറിയാതെ നിൽക്കുന്ന സഹപ്രവർത്തകരെ ആ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു വലിയ ചരിത്രപരമായ ദൗത്യമാണ് നിങ്ങൾ ചെയ്തത്. അതിനാണ് നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത്. കാരണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എടുത്തു നോക്കിയാൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള സാമൂഹിക പരിണാമത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും എപ്പോഴാണ് ഏത് മേഖലയിലുള്ളവർ, ഇപ്പൊ ജാതീയതയാണെങ്കിലും ഫ്യൂഡലിസത്തെ ആണെങ്കിലും അട്ടിമറിക്കാൻ കാരണമായ ഒരു വലിയ പ്രവർത്തനം ഏറ്റവും താഴെ തട്ടിലുള്ള തൊഴിലാളികളുടെ ഐഡന്റിറ്റിയെ പരിഗണിച്ചപ്പോൾ, അതുപോലെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക മധ്യവർഗം എന്ന രീതിയിൽ ഒരു ക്ലാസ് രൂപപ്പെട്ടു വന്നപ്പോഴും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലെ വിവിധ മേഖലകളിലെ സർവീസ് മേഖലകളിൽ പലതരത്തിലുള്ള തിരിച്ചറിവുകളുടെ, മുന്നേറ്റങ്ങളുടെ ഒക്കെ സാധ്യതകൾ ഉണ്ടായതും ചരിത്രത്തെ തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായതും പല സർവീസ് മേഖലകളിലെ, പല ഔദ്യോഗിക മേഖലകളിൽ സർവീസ് സംഘടനകൾ ഇടപെട്ടപ്പോഴാണ്. അപ്പോൾ തൊഴിലാളി എന്ന് പറയുന്ന ഐഡന്റിറ്റി സർവീസ് സെക്ടറുകളിലെ അവരവരുടെ സേവന മേഖലകളിലെ അവരുടെ ഐഡന്റിറ്റിയെ പരിഗണിക്കുന്ന തരത്തിലുള്ള കൂട്ടായ്മകൾ, അതിനാണല്ലോ നമ്മൾ സർവീസ് സംഘടന പറയുന്നത്. IT സെക്ടറിൽ തന്നെ മേഡം രാധിക മാം ഇപ്പൊ പറഞ്ഞതുപോലെ ആ ഒരു കുറെ കാലം IT മേഖലയിലുള്ളവർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ ഒരു ചെറുത്തുനിൽപ്പ് അവർ കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല കുറെ കൂടി മെച്ചപ്പെട്ടതാണ് എന്ന് പൊതുവെ തോന്നിയേക്കാമെങ്കിലും ഇവിടെ രൂപപ്പെട്ടിരുന്ന ഈ പാരമ്പര്യ ബോധങ്ങളെ ഒക്കെ വളർത്തി ഈ തരത്തിലാക്കി ഈ ഒരു ലിംഗവിഭാഗത്തെ, ജനസംഖ്യയുടെ പകുതിയിൽ അധികം പല സെൻസസിൽ നിൽക്കുന്ന ഈ ഒരു ലിംഗവിഭാഗത്തെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പൊതുബോധത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ സിനിമയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടായി. സിനിമയുടെ തിരക്കഥ ഉൾപ്പെടെ, സിനിമയുടെ പ്രമേയം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ സാഹിത്യത്തിന്റെ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുടുംബഘടനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിലും ആ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ കാണുമ്പോൾ തന്നെയും അതിനെ സ്കൂൾ വിദ്യാഭ്യാസം, കലാലയ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ഈ മൂന്നിനെ മൂന്നായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് എന്ന രീതിയിൽ ബീന ചേച്ചി പറയുമ്പോൾ സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസ മേഖലയിലെ അക്കാഡമിക് പ്രവർത്തകരെക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള ഒരിടത്തു നിന്നാണ് ഞാൻ വരുന്നത്. അതായത് സർവകലാശാലയുടെ ഇടം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം വേറൊന്നുമല്ല,
ഒന്നാമത്തെ സ്വാതന്ത്ര്യം നമുക്ക് സിലബസ് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. സിലബസ് സർവകലാശാല അധ്യാപകർക്ക് സ്വന്തമായ പേപ്പറുകൾ ഓഫർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തമായി നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വർക്ക്ഷോപ്സ്, സെമിനാർസ് ഇവയൊക്കെ സംഘടിപ്പിക്കാനുള്ള കുറെ കൂടി സ്വാതന്ത്ര്യം സർവകലാശാലകളിലുണ്ട് എന്ന് പറയുമ്പോഴും അത് കേരളത്തിലെ സർവകലാശാലകളിൽ ഉള്ളതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ആ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു എന്ന് പറയുന്ന അതിദയനീയമായ ഒരു പ്രശ്നം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, JNU ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയുടെ പൊതുബോധത്തെ, പല കാലത്തെ, പല ജനറേഷനുകളെ, പല തലമുറകളെ ചിന്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഇടത്തേക്കാണ് ഇപ്പോൾ പല തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉൾപ്പെടെയുള്ള, ഫാഷിസത്തിൻ്റെതുൾപ്പെടെയുള്ള പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് സർവകലാശാല അധ്യാപകരും ഗവേഷകരും അക്കാഡമിഷ്യൻസും വിധേയരായി വരുന്ന ഒരു സാഹചര്യം. കേരളത്തിലെ സർവകലാശാലകൾ അതിൽ നിന്ന് മെച്ചപ്പെട്ട് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ തന്നെയും ഒരു 10-14 വർഷം മുൻപ് തന്നെ ഇലക്റ്റീവ്, എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റൽ ഇലക്റ്റീവ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജെൻഡർ പഠനങ്ങൾ അങ്ങനെ ഒരു പേപ്പർ ഓഫർ ചെയ്തിരുന്നു. അങ്ങനെ ഓഫർ ചെയ്തിരുന്ന പിന്നീട് പല ഡിപ്പാർട്ട്മെന്റുകളിലും അങ്ങനെ പിന്നീട് വളരെ വൈകി ആണെങ്കിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ടായിട്ടുണ്ട്. ലോയിലുണ്ട്, പൊളിറ്റിക്കൽ സയൻസിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ടീച്ചേഴ്സ് അങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ 2014 ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ, ഒരു ജെൻഡറിനെ സംബന്ധിച്ച് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ, നാഷണൽ സെമിനാർ ഇനാഗ്രേറ്റ് ചെയ്തത് ട്രാൻസ്ജെൻഡേഴ്സ് ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായ പി സുധയായിരുന്നു അന്ന് 2014. അന്ന് ട്രാൻസ്ജെൻഡേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അക്കാഡമികമായി ചർച്ച ചെയ്ത ആ വേദികളിൽ പോലും ഇതെന്തോ അരുതായികയെ ചർച്ച ചെയ്യുന്നു എന്ന രീതിയിൽ സർവകലാശാലയിലെ ചില മനുഷ്യരെങ്കിലും അങ്ങനെ ആ തരത്തിൽ സംസാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തുകൊണ്ടും ഒരുപക്ഷെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, അധ്യാപകരെക്കാൾ വളരെ പുരോഗമനപരമായി ഗവേഷകരും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസുമാണ് സർവകലാശാലകളിൽ പലപ്പോഴും ഈ മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജെൻഡർ എന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രലായ, ജെൻഡർ ഇക്വാലിറ്റിയുടേതായ നിരവധി വ്യവഹാരങ്ങൾ യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പല കോളേജുകളിലും സംഭവിക്കുന്ന ഒരു പ്രശ്നം, കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ, വ്യവഹാരങ്ങളെ പഴയ പാരമ്പര്യ ബോധങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും സിനിമകളിലും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പൊതുബോധത്തിലുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് വ്യവഹാരങ്ങൾ കൊണ്ട്, വളരെ നെഗറ്റീവായ മോശപ്പെട്ട പരാമർശങ്ങൾ കൊണ്ട് യൂത്തിന്റെ ഈ പുതിയ സഞ്ചാരത്തെ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രശ്നം. യൂത്തിന്റെ ഈ ഒരു കൂട്ടായ്മയെ മോശപ്പെട്ട ഭാഷയിൽ, ഇപ്പൊ ഈ WCCയെ സംബന്ധിച്ച് ഇപ്പം സജിതയും മീനൊക്കെ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ വേദനയോടെ കണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിനെ തുടർന്ന് ആ കമ്മിറ്റിയുടെ മുന്നിൽ തന്നെ പലരും തുറന്നു പറഞ്ഞ ചില പ്രശ്നങ്ങൾ ശരിയായ രീതിയിലല്ല പബ്ലിക്കിന്റെ ഇടയിലോട്ട് കിട്ടുമ്പോഴേക്കും അത് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ സ്ട്രീം മീഡിയയിലെയും അതുപോലെ പല ശേഷം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനേ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെയാണ് അധികവും, എസ്പെഷ്യലി ടെർമിനോളജി ഒക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ എനിക്ക് വരുള്ളൂ. അതുകൊണ്ട് പ്ലീസ് accept my apologies for that. First of all, my congratulations to Beena and this group for having organized a meeting like this. It was very thought-provoking. Actually, the issues brought up into the open, into the media by the WCC are not new at all. We have been talking about these issues for so many generations. In 1975, the Towards Equality report was released. 1975. What happened beyond that? Nothing much. Of course, some girls' education, some facilities were given, a little bit of facilities here and there. I mean, the ideas of the Sexual Harassment Committee began there somewhere, but nothing still happened. At the we had, and that was a Towards Equality report. It was a huge report
with studies conducted by people from IITs and all very powerful researchers. എന്നിട്ടും അതെല്ലാം സബ്മിറ്റ് ചെയ്തു. Everybody said wonderful report, and we realized for the first time that although the constitution says women in India are equal to the men and they should not face discrimination just like the men do, but still they should not face discrimination in the same way as, they have the same powers and the same rights as the men do. But we know that the reality is different. All of us know that. Men, women, everybody knows that. And of course, they put down the reasons for all this as the society. What happens in society? What happens in families? This is where the roots of our patriarchal issues start. So this is where we should start if we should really solve the problems that they are talking about. What happened? Sexual harassment is not the only form of harassment. Sexual harassment is a terrible form of harassment. We all know that. But it's not the only form of harassment. There are so many forms of harassment. And even it doesn't require a violent issue to take place. It can come in so many subtle manners. And that is what all of us face at every different stage of our lives. Whether we are a 3-year-old child, a woman can be just a 3-month-old child sometimes. But she is not free from harassment of some form or the other. And even I've heard people comment on very small children. Why is that child wearing such a small frock, such a short frock? What does the child know about all these issues? Her sexuality, she doesn't even know she's a girl. But still, she suffers all these consequences. Now, why is this? It's about time we started thinking differently. We start thinking from the grassroots itself. We start thinking from the very roots. Why can't we start working differently? I'm sorry, I'm moving away from WCC and the issues in cinema. But I think this is a wonderful opportunity that the media, the press, everybody has come together to talk about this issue. Let us not stop with just talking about this issue. Let us move forward to more and more concrete measures that will help us bring changes about in our society. We have started gender sensitizing the police. I work with I don't work with the Center for Women's Development. Center for Women's Yes, with the Women's Development Commission, but I work as consultant with them to help them sensitize the police. Anisha also is there as part of the team. So we tried to sensitize all the police personnel from top to bottom. I don't know whether it has made any change so far. We're just hoping at least some people among the whole lot of police personnel from top to bottom who have undergone the training sessions will perhaps have a different perspective when they talk to women and will change their attitude towards women. Here what we're talking about is dignity, basic dignity. Why is it that when a woman is spoken about, it is, you use derogatory terms like aval, other, so on. Whereas when you talk about a male actor, even sometimes you have very respectful terms, angere, so on. So why can't we have the same kind of terms used for both? Is there any reason why, language cannot be more respectful when we talk to a person? Why cannot we talk to a woman with the same dignity with which we talk to a man? So those kind of things can be more consciously raised and thought about. And also, Sajita was telling us about the IC, the Internal Committee Against Sexual Harassment. Well, this committee was recommended a long time back. We didn't have a law till 2013, the POSH Act. But even before that, we had the Vishaka rules, the Supreme Court judgment in Vishaka, which told us, almost the same things as the POSH committee is, POSH Act has now come, with a few additions maybe. All these things were there,
legislation was there in our society. Why is it that they have not been concretized? And people don't even know that these laws exist. People don't even know that, for instance, you have a IC, for instance, internal committee, or that you can approach the committee, or that you should have these facilities in your office or workplace. Why is it not possible for a cinema world, which has so much money, to invest a small part of this money into basic comforts for their മുൻനിർത്തിയാണ് പലരും ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. നിങ്ങൾ പറയും ചിലപ്പോൾ എത്ര പേർ വീണ്ടുടഞ്ഞു, എത്ര വിഗ്രഹങ്ങൾ വീണ്ടുടഞ്ഞു. പക്ഷെ അതൊക്കെ ചെറുകിട വിഗ്രഹങ്ങളാണ്. വൻകിട വിഗ്രഹങ്ങളെ തൊടാൻ ആർക്കും ധൈര്യമില്ല. അവരൊക്കെ ആ ഗ്ലാമറോടെ ജ്വലിച്ചു നിൽക്കുന്നു. നമ്മൾ അവരെ വണങ്ങി ഒഴിഞ്ഞു പോകും. അതിനുള്ള ധൈര്യം ആർക്കും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ അനീതി അവരുടെ മാത്രം ഒരു കുത്തകയാകും. അവിടെയൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പരിഹാരം അതിനുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. ഇവിടെ കുറേ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് കൺസെന്റ് അഥവാ സമ്മതം. അതായത് ഉഭയകക്ഷികളുടെ സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന നിയമപരിഷ്കാരം മറയാക്കിയാണ് ഈ ഒരു വാക്ക് ഈ പീരീഡില്, ഈ കോണ്ടെക്സ്റ്റില്, ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സമ്മതം നൽകിയില്ലെങ്കിൽ തൊഴിലില്ല, വരുമാനമില്ല എന്ന് ഭീഷണിപ്പെടുത്തി സമ്മതത്തിലേക്ക് സ്ത്രീയെ നയിക്കുന്നതും ഒരർത്ഥത്തിൽ പീഡനം തന്നെയാണ്. അതും പീഡനമാണ്, അതും ഒരുതരം ചൂഷണമാണ്. അതായത് പല കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ട് അവർക്ക് വരുമാനം വേണം. വരുമാനം വേണമെങ്കിൽ ഇത് സിനിമ ഫീൽഡിൽ മാത്രമല്ല, പരസ്യ ഷൂട്ടിങ്ങിന്റെ ഫീൽഡായാലും എല്ലാത്തിലും ഉണ്ട്. ഈവൻ സാഹിത്യ രംഗത്ത് പോലും ഒരല്പം ചൂഷണം നിലനിൽക്കുന്നുണ്ട്, പീഡനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രീമതി മീന അപ്പോൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എളുപ്പം നിർത്താം. അതായത് ഇന്ത്യൻ എക്സ്പ്രസിൽ മലയാളത്തിന്റെ ഓൺലൈനിൽ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എഴുതിയത് ധന്യ കെ വിളയിൽ എന്ന ജേർണലിസ്റ്റാണ്. എനിക്കറിയില്ല, നേരിട്ടറിയില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് ഈ ദൃശ്യത്തിന്റെ ഒരു സമഗ്ര ദൃശ്യം നമുക്ക് ലഭിക്കും. കാരണം ഈ ലൈംഗിക പീഡനം മാത്രമല്ല ഈ ഫീൽഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനം. ഒന്ന്, വേതന വ്യവസ്ഥ. സ്ത്രീകൾക്ക് കുറവ് വ്യവസ്ഥയാണ്, പുരുഷന്മാർക്ക് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുറഞ്ഞ വേതനം കിട്ടുന്നതിന് പോലും സ്ത്രീകൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും ബാർഗെയിനിങ് ആണ്, വിലപേശലാണ്. അങ്ങനെ വിലപേശി മാത്രമേ ഇവർക്ക് ആ ഇത് കൊടുക്കാറുള്ളൂ. അപ്പൊ അതില് പലപ്പോഴും വേതനം നൽകുകയില്ല എന്നും കേൾക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ആ ആർട്ടിക്കിളിൽ ഷൈനി സാറായി കോട്ട് ചെയ്യുന്നുണ്ട്. അവര് പറയുന്നു കോൺട്രാക്ട് പോലും ഒപ്പിടിയില്ല. അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു കോൺട്രാക്ട് ഇല്ലെങ്കിൽ അത് ലീഗലി ബൈൻഡിങ് അല്ല, നിയമവിധേയമല്ല. പിന്നെ ഇവർക്ക് വേതനം വേണം, പ്രതിഫലം വേണമെന്ന് പറയാനൊരു അവകാശമില്ല. അപ്പൊ ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പഴയൊന്നും വേണ്ട, സാറിന് വിശ്വാസമാണ് എന്നവരെ കൊണ്ട് പറയിക്കുന്നിടത്ത് ഈ മുതലാളിമാരുടെ, കുത്തക മുതലാളിമാരുടെ ചൂഷണത്തോടൊപ്പം അവരുടെ അധികാര വ്യവസ്ഥയും എല്ലാം ക്ലിയറായിട്ട് വരികയാണ്. അതുപോലെ ഇപ്പൊ ഞാൻ വായിച്ചതാണ്, പ്രതിഫലം പലപ്പോഴും കമ്പനി അക്കൗണ്ടിൽ നിന്നല്ല വരുന്നത്. ആരെങ്കിലും ഏറ്റവും ഇപ്പോൾ ഒരാളൊരു ദിവസം 10,000 രൂപ ഇടുന്നു, പിന്നെ കൊട്ട കഴിഞ്ഞിട്ട് വേറൊരാളിന് 15,000 ഇടുന്നു. ആക്ച്വലി ഈ ഇടുന്ന ആളുകൾ കമ്പനിയിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങിക്കുന്നത്? കോൺട്രാക്ട് ഒപ്പിട്ടിട്ടില്ല, വ്യവസ്ഥകൾ അറിയില്ല. അപ്പോൾ പിന്നെ കിട്ടുന്ന പൈസ അവർക്കുള്ളതാണോ, എത്ര കുറഞ്ഞിട്ടുണ്ട്, ഒന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് ലൈംഗിക പീഡനത്തോളം തന്നെ വളരെ ക്രൂരമായ പീഡനമാണ്. കാരണം പൈസയ്ക്ക് വേണ്ടിയാണ് അവരവിടെ വരുന്നത്. എന്നിട്ട് അവരെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുകയും നാണം കെടുത്തുകയും ചെയ്യുന്നത് വളരെ വളരെ എന്താ പറയുക, വൃത്തികെട്ട പരിപാടിയാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതും എന്ന് ഭീഷണിപ്പെടുത്തി പ്രതിഫലം വാങ്ങിക്കേണ്ട ഒരു സന്ദർഭത്തെക്കുറിച്ചും ഞാൻ വായിച്ചു ആർട്ടിക്കിളിൽ. അതായത് തന്നില്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതും. ഇപ്പൊ അതാണല്ലോ, എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് ഓൺലൈൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുറെ കൂടെ ശ്രദ്ധിക്കപ്പെടും. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രതിഫലം വാങ്ങിച്ച നടിയുടെ കാര്യവും ആ ആർട്ടിക്കിളിൽ കണ്ടു.
നമ്മുടെ മാലാ പാർവതി അറിയാമായിരിക്കും, പ്രശസ്തയായ നടിയാണ്, എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. അവർ പറഞ്ഞിട്ടുണ്ട് പ്രതിഫലം എത്ര എന്ന് ചോദിച്ചാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കില്ല. തീർന്നല്ലോ. പ്രതിഫലം എത്ര എന്ന് ചോദിച്ചാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് അനീതികൾ സഹിച്ചുകൊണ്ടാണ് സ്ത്രീകൾ അവിടെ നിൽക്കുന്നത്. ഇനി ഇതൊക്കെ പറയാൻ എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും അതിൻ്റെ വഴി എങ്ങനെയാണ്, പുറത്തേക്കുള്ള വഴി എന്താണ്, എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങളെന്ന് അറിയാൻ താല്പര്യത്തോടെ വന്ന് ഇരിക്കുകയാണ്. പക്ഷെ ചില വാർത്തകൾ നമ്മളെ വളരെ ഷോക്കിംഗ് ആക്കുന്നു. അതായത് ഭക്ഷണവും ടോയ്ലറ്റ് സൗകര്യവും വരെ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടു. പിന്നെ അതുപോലെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കാരവനിൽ നിന്ന് സീനിയേഴ്സ് വരുമ്പോൾ ഇറക്കി വിടുന്നു. ഇതൊക്കെ ഒരു ദിനം ശരിക്കും പറഞ്ഞാൽ ചൂഷണമാണ്. അതൊക്കെ ലൈംഗിക പീഡനത്തോളം തന്നെ ഗുരുതരവുമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ വിലപിക്കുന്നത്, വിപ്ലവം കാണിക്കുന്നത്, ഉറക്കെ സംസാരിക്കുന്നത്. അവർക്ക് നമ്മുടെ സപ്പോർട്ട് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ ഇതിന് എന്താണ് ഇതിൽ നിന്ന് ഈ ഒരു ദുർഘടാവസ്ഥയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി എന്ന് ചിന്തിക്കുക. ഈ ജെൻഡർ ഡിഫറൻസസ് വളരെ അധികം ഓപ്പറേറ്റ് ചെയ്യുന്ന ഫീൽഡാണ് സിനിമാ ഫീൽഡെന്ന് ഇപ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിലർ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷേ പ്രതികരണ തൊഴിലാളി അല്ലാത്തത് കൊണ്ട് ഞാൻ അഭിപ്രായം പറയാറില്ല. എന്നാൽ പോലും ചില അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഉണ്ടാകാതെ ഇരിക്കാനും വഴിയില്ല, നിവൃത്തിയില്ല. ആ രീതിയിൽ നമ്മൾ പ്രതികരിച്ചു പോകുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് കേൾക്കാൻ ഔത്സുക്യത്തോടെ പ്രഖ്യാപിച്ചത്.